ഇപ്പൊ യങ് ബഡ്ഡിംഗ് ഓന്റർപ്രണേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംരംഭകർക്ക് വേണ്ടി എന്താണ് ഒരു ഉപദേശമായിട്ട് പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യാൻ ആദ്യം തയ്യാറായിരിക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഫെയിലിയേഴ്സ് മാത്രമേ വരുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നല്ല സൂചനകളും വരില്ല. ആരും നിങ്ങളെപ്പറ്റി നല്ലത് പറയുന്നു. ഓക്കെ, നമുക്ക് നെഗറ്റിവിറ്റീസ് മാത്രമായിരിക്കും ഇനിഷ്യൽ സ്റ്റേജിലാണെങ്കിലും മിഡിൽ സ്റ്റേജിലാണെങ്കിലും ലാസ്റ്റ് സ്റ്റേജിലാണെങ്കിലും വരിക. അതും കഴിഞ്ഞ് ലാസ്റ്റും കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ നിർത്തണോ വേണ്ടയോ എന്നുള്ളൊരു പോയിന്റ് എത്തുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ചിലപ്പോൾ ആ ടൈമിലായിരിക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു ടച്ചത്തുരുമ്പ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുവരെ നമ്മൾ റിട്ടേൺ ചെയ്ത് സ്റ്റെബിലിറ്റി ആയിട്ട് പോവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ റിസോഴ്സസും കിട്ടി എല്ലാം ബെറ്റർ ആയാൽ മാത്രമേ നമ്മളൊരു സ്റ്റെപ്പ് വെക്കാവുള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്താണോ, അല്ലെ വെച്ചു, കയ്യിലുള്ള റിസോഴ്സസ് എന്താണോ അതുകൊണ്ട് നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി ഏതെങ്കിലും ഒരു ഡോർ നമുക്ക് തുറക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ പ്ലാനിങ് മാത്രമായിട്ടിരുന്ന എന്നും നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നമുക്ക് ഇവോൾവ് ചെയ്ത് വരാം. നമുക്ക് ബെസ്റ്റ് നമുക്ക് കാണിക്കണ്ട. ഓക്കെ, നമുക്ക് ആരും ആരുടെയും ബെസ്റ്റ് ആദ്യമേ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഫെയിൽ ആവാം, നമുക്ക് ആദ്യം ഒരു സ്റ്റെപ്പ് വെക്കാം. അപ്പൊ ക്രിറ്റിസൈസിങ് വരും, നമുക്ക് പ്രശ്നങ്ങൾ വരും. പക്ഷെ നമുക്ക് അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാനായിട്ടൊരു സ്റ്റെപ്പ് ആയിരിക്കും നമ്മൾ ആദ്യം വെക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഉള്ള റിസോഴ്സസ് വെച്ച് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അടുത്ത് സ്റ്റെപ്പ് വെക്കാൻ മടിക്കുകയും ചെയ്യരുത്. ഞാൻ എടുത്തുചാട്ടം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഒരുപാട് പ്ലാനിങ് ചെയ്ത് എല്ലാം ബെസ്റ്റ് ടൈം വന്ന ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ തുടക്ക സമയത്ത് ഇന്ത്യയിലും ചിത്തൂരിലും ആകെ ഉണ്ടായിരുന്ന ഒരു 10-20,000 രൂപയാണ്. നമ്മൾ ലോഗോയ്ക്ക് സ്പെൻഡ് ചെയ്ത് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഇനി ഒരു സ്റ്റോർ ഉണ്ടെങ്കിലേ ബ്രാൻഡ് തുടങ്ങുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും നമ്മൾ അതേ ഫേസിൽ തന്നെ ഇരുന്നേനെ. നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് ഓക്കെ, നമുക്ക് റോഡിലെങ്കിൽ റോഡിൽ ഓക്കെ വി ക്യാൻ ഡു ദിസ്. നമ്മളവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് റോഡിലിട്ടാണെങ്കിലും വിൽക്കാം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൽ ക്വാളിറ്റി ചെയ്താൽ മതി, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സത്യം ഉണ്ടായിരുന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം വെക്കുക. നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. കാരണം ആൾക്കാർ ജഡ്ജ് ചെയ്യും, എന്ത് ചെയ്താലും ജഡ്ജ് ചെയ്യും, നല്ല ചെയ്താലും ജഡ്ജ് ചെയ്യും, ചീത്ത ചെയ്താലും ജഡ്ജ് ചെയ്യും. സോ വി ഷുഡ് സ്റ്റാർട്ട് അവർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതാണ്. അടിപൊളി.